ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയെന്ന് അറിയാമോ? ചങ്ങനാശ്ശേരി കുന്നുംപുറം പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ. എന്താ കാര്യം എന്നറിയണ്ടേ? നമ്മുടെ നോബിൾ ഫിലിപ്പില്ലേ, അതായത് ബിഷപ്പ്, അദ്ദേഹം എനിക്കെതിരെ ഒരു പരാതി കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമല്ലോ, അദ്ദേഹത്തിനെതിരെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഞാൻ വീഡിയോ ഇട്ടു എന്നാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റേഷനകത്തോട്ടൊന്ന് കയറി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരാം. ഓക്കെ. അങ്ങനെ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി ഞാൻ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതാണ്ട് ആ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന കടലാസ് പൂക്കൾ കണ്ട എന്തൊരു ഭംഗി ഇല്ലേ. 2-3 കളറുണ്ട്, അത് മിക്സായിട്ടിരിക്കുക. അപ്പോഴത്തെ കിടക്കുന്ന റെഡ് കളർ ഒരു കാറ് കണ്ടു. ആ കാറ് കിടക്കുന്നതാണ് നമ്മുടെ ലൊക്കേഷൻ, അതായത് തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷൻ. അവിടെ തൊട്ടടുത്തൊരു കാര്യാലയമുണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ. നമുക്ക് എന്തായാലും അതിനകത്തോട്ടൊന്ന് കയറി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ടൊന്ന് തിരിച്ച് വന്നാലോ? ഓക്കേ. അങ്ങനെ പോലീസ് സ്റ്റേഷനകത്ത് കയറിയിട്ട് ഇറങ്ങിയേട്ടാ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ. ബിഷപ്പിനെ മാനഹാനി ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കൂടി മാനഹാനി ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ ഇട്ടു എന്നാണ് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ സാറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അദ്ദേഹം ഇട്ട വീഡിയോകൾ കണ്ടു നോക്കിയാൽ ഇതല്ല, ഇതിനപ്പുറം നമ്മൾ മറുപടി കൊടുക്കും. ഞാൻ മാന്യമായ രീതിയിലാണ് അതിനെ പ്രതികരിച്ചിട്ടുള്ളത്. അദ്ദേഹം ചെയ്ത വീഡിയോകളെ എടുത്ത് ചെറിയ പാർട്ടായിട്ട് എഡിറ്റ് ചെയ്ത് അത് മെൻഷൻ ചെയ്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് അല്ലാതെ വ്യക്തിഗത ചെയ്യുക പേഴ്സണലായിട്ട് എനിക്ക് അറിയോ പോലും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു. അപ്പം പിന്നെ ഇനിയിപ്പോൾ എന്താണ് ഇനി ആ വീഡിയോകൾ ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡിലീറ്റ് ചെയ്ത് ഞാൻ കളയത്തില്ല, കാരണം എനിക്ക് ഒരുപാടൊന്നുമില്ല, അത്യാവശ്യം കാണേണ്ടവരെല്ലാം കണ്ടു കഴിഞ്ഞു. എന്നാലും ആ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് കളയത്തില്ല, കാരണം എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും ഞാൻ അതിനെ അംഗീകരിച്ചിട്ടില്ല, ഈ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു വൈദികനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വസ്ത്രത്തെ മാനിക്കാതെ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറയാമെങ്കിൽ അത് മെൻഷൻ ചെയ്ത് വീഡിയോ ഇടാനുള്ള അവകാശം എനിക്കും ഉണ്ടെന്ന് ധൈര്യത്തോടു കൂടി തന്നെയാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത്. അവസാനം അത് അവിടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെച്ചു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഇനി അദ്ദേഹം പിന്നെ ഇത്രയും ഞാൻ വീഡിയോ ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യാൻ എനിക്ക് സമ്മതമല്ല. പക്ഷേ ഒരു വൈദികൻ എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തിനടുത്ത് മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ സോറി പറയാൻ തയ്യാറാണെന്ന് ഉള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ അതിനോട് കൂട്ടിച്ചേർത്ത് ഇനിയും അച്ഛൻ ഇതുപോലുള്ള വീഡിയോകൾ ഇട്ടാൽ ഞാനതെടുത്ത് മെൻഷൻ ചെയ്ത് വീഡിയോ ഇടും, അത് എൻ്റെ അവകാശം കൂടെ ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ഒപ്പിട്ടിട്ട് വന്നത്. അപ്പോൾ അജിത്ത് എന്ന് പറയുന്നത് വളരെ നല്ല മാന്യനായ ഒരു പോലീസുകാരൻ. ആ സാറ് ബിഷപ്പിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇതേണക്ക് വൈദികൻ വിഷമമായിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ അച്ഛൻ്റെ ഒരു നിർദ്ദേശം വീഡിയോകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാപ്പ് പറയണമെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല, അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലേ ഈ മാപ്പ് സ്വീകരിക്കത്തുള്ളെങ്കിൽ ഡിലീറ്റ് ചെയ്തും കളയുന്നില്ല, ഞാൻ മാപ്പും പറയുന്നില്ല എന്ന് അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ രേണുസുധിയുടെ വീട്ടിലോട്ടോ. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട്. ഓക്കെ, ബാ. അങ്ങനെ ഞങ്ങൾ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നും ഒരു ബസ് പിടിച്ചു. തെങ്ങറയല്ല തെങ്ങന എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിറങ്ങി. അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ കയറി രേണുസുധിയുടെ വീടിനെ ലക്ഷ്യമാക്കി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഓട്ടോയിൽ ഇരുന്ന് കറക്റ്റായിട്ട് ഈ ലൊക്കേഷൻ്റെ, അതായത് ഈ റോഡിൻ്റെ വീഡിയോ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇതിന് മുന്നേ രേണുസുധിയുടെ വീട്ടിൽ പോയിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം ഈ നിമിഷ ബിജോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവർ വഴി തെറ്റിയപ്പോൾ കാണാം ഇറങ്ങി, അല്ലെങ്കിൽ വീടിൻ്റെ ഇടവഴിയിൽ നിന്ന് ഒരാൾ വന്ന് അവരുടെ അടുത്ത് വഴി ചോദിച്ചിട്ടാണ്, അപ്പോഴാണ് രേണുസുധിയുടെ മറ്റേ അബോഷൻ്റെ കഥകളൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അത് ഒന്ന് ക്ലാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റോഡിൻ്റെ സൈഡ് വീഡിയോ എടുക്കുന്നത്. ഇതുവരെയും നമ്മൾ ഈ ഓടി വന്നതിനകത്ത് എനിക്കങ്ങനെ ഇടവഴിയോ ഇറക്കമോ കയറ്റമോ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഉള്ളിലോട്ടുണ്ടോ എന്നും അറിയില്ല. അന്നും ഞാൻ ഒരൊറ്റ പ്രാവശ്യം പോയിട്ടുള്ളൂ. ഞാനത് വളരെ വ്യക്തമായിട്ട് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഓട്ടോയിലായിരുന്നു അന്നും പോയത് അന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഒരു വെട്ട് റോഡുണ്ട്, അതിനകത്തോട്ട് ഓട്ടോ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വഴി ഇതാണ് വഴി. എനിക്കത് ഇറക്കമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് അങ്ങനെ കുത്തനെ ഒന്നുമല്ല. എന്തായാലും നമ്മൾ രേണുസുധിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് വസ്തു വിൽപ്പനയ്ക്ക്. ആ കോമ്പൗണ്ടിലൂടെ നമ്മൾ കയറി. ആ റോഡ് കണ്ട, അത് പ്രൈവറ്റ് റോഡാണ്, അതായത് ഈ വസ്തുവിനകത്തേക്കുള്ള റോഡ് തന്നെയാണത്. അപ്പോൾ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്. അന്ന് ഞാൻ വന്നപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ തൊട്ടടുത്ത് വേറൊരു വീടിൻ്റെ പണി കൂടി നടക്കുന്നുണ്ട്. അന്ന് ഞാൻ വരുമ്പോൾ രേണുസുധിയുടെ വീട് മാത്രമേ ഉള്ളായിരുന്നു. തൊട്ടിപ്പുറത്ത് ബിഷപ്പിൻ്റെ വീടായിരുന്നു. അതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇന്നാണ് എനിക്കത് മനസ്സിലായത്. ആ കാണുന്നതാണ് ബിഷപ്പിൻ്റെ വീട്. ഇതിൻ്റെ പൊന്നോ, ഈ ഓട്ടോക്കാരൻ ഞങ്ങളെ കൊണ്ട് അങ്ങോട്ട് കയറ്റാൻ പോയേ. ഞങ്ങൾ പറഞ്ഞു അവിടെ അല്ല, തിരിച്ചു പോകുന്നു പറഞ്ഞ് നേരായ വഴി പറഞ്ഞു കൊടുത്ത് രേണുസുധിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്.
അതാ രേണുസുധിയുടെ വീടും ആ ബിഷപ്പിൻ്റെ വീടും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് ആ കാണുന്നത്, അത്രയേ ഉള്ളൂ. നടുവിലൊരു റോഡ് ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. റോഡിൻ്റെ അങ്ങേ സൈഡും ഇങ്ങേ സൈഡുമാണ് ബിഷപ്പിൻ്റെ വീടും നമ്മളെ രേണുസുധിയുടെ വീടും സ്ഥിതി ചെയ്യുന്നത്. കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ലോങ് ആയിട്ട് നമുക്ക് തോന്നും. അത്ര വലിയ ലോങ് ഒന്നും ഇല്ല. ഈ വീട്ടിൽ നിന്ന് നല്ല ഉറച്ചൊരു സംസാരം ത്തിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അത് അവിടെ കേൾക്കാൻ പറ്റും. അവിടെ നിന്ന് വലിയ വായിൽ സംസാരിച്ചാൽ നമുക്ക് ഇവിടെയും കേൾക്കാൻ പറ്റും. അത്രയ്ക്കുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. ഇനി ബാക്കി വിശേഷങ്ങൾ അകത്ത് കയറിയിട്ട് എല്ലാവരുമായിട്ട് നമുക്കൊന്ന് സംഘടിപ്പിച്ച് നോക്കാം. ഹായ്, ഞാൻ ഇരിക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലായി. പറയേണ്ട കാര്യമില്ല, ഈ ഫോട്ടോ കണ്ടോ മനസ്സിലാവില്ല എവിടെയാണെന്ന്. ഓക്കെ, ഇത് ഋതുക്കുട്ടൻ, അതായത് രേണുസുധിയുടെ പൊന്നാര മോൻ. ഇത് രേണുവിൻ്റെ ചേച്ചിയുടെ മോൻ്റെ പേരെന്തുവാ? ലെബനോ. അടിപൊളി പേരല്ലേ? മോളെ പേരെന്തുവാ? ലുദിയ. കിടന്ന പേര്. ഞാൻ സത്യം പറഞ്ഞ ആദ്യമായിട്ടൊക്കെ ഈ പേര്, നല്ല അടിപൊളി പേര്. ഋതപ്പൻ, ഭയങ്കര പാഷൻകാരൻ. സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ കേട്ടോ. വന്ന് ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്നപ്പോൾ ഞാനിത് കയറി വന്ന് ആശാനൊക്കെ നാടിച്ചു. ഞാൻ പറഞ്ഞിട്ടാ നിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, നിന്റെ അമ്മ വൈറലായതിനെക്കാട്ടി കൊണ്ട് നിന്നെ വൈറലാണ്. രേണുവിൻ്റെ കട്ടുണ്ടില്ലേ? രേണുവിൻ്റെ അച്ഛൻ. രേണുവിൻ്റെ മാത്രമല്ല കേട്ടോ, നമ്മുടെയും കൂടി അച്ഛനാണ്. നമ്മുടെ തങ്കച്ചൻ അച്ഛൻ. ഇത് നമ്മുടെ അമ്മ. ഇത് ഇതുവരെ കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ കീറി മുറിക്കാൻ നിനക്കൊക്കെ പറ്റുന്നല്ലോ. നീയൊക്കെ ഇനി എത്ര കിടന്ന് കീറി മുറിച്ചാലും അതിനെ എല്ലാം വെട്ടി ഞാൻ തറയിടും. അതെൻ്റെ മരിക്കുന്ന വരെ ഞാൻ ചെയ്തിരിക്കും, ഉറപ്പാണ്. അതിൽ യാതൊരു സംശയം വേണ്ട. ഇനി ഇവിടെ എല്ലാം കൊണ്ട് ഹൈക്കോടതി കൊണ്ട് കേസ് കൊടുത്താലും എൻ്റെ കൺമുമ്പിൽ വരുന്ന വീഡിയോയ്ക്ക് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് എന്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞാലും നെവർ മൈൻഡ്. ഓക്കെ, ഇവിടെ വന്ന് എനിക്ക് കിട്ടിയൊരു ഫാനാണ് കേട്ടോ. എൻ്റെ വീഡിയോകളെല്ലാം കാണാറുണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നേരെന്തോ പ്രഭാ. അതേ കണക്ക് എൻ്റെ സ്റ്റേഷനിൽ പോയിരിക്കും ഒരു അമ്മ എന്നെ പിടിച്ചിരുത്തിയിട്ട് ചുമ്മാ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതല്ലേ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ അതിൽ നമുക്ക് റീച്ചിന് വേണ്ടിയിട്ട് ചുമ്മാ നുണ പറയുകയൊന്നുമല്ല, റിയലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. ഇനി തുടർന്നും അതേ കണക്കുള്ള സപ്പോർട്ടും സഹകരണം എന്നും എപ്പോഴും ഉണ്ടായിരിക്കണം. അതേ കൂട്ട് തന്നെ രേണുവിൻ്റെ കൂടെ. രേണു നമ്മളാരും ഉദ്ദേശിക്കുന്ന കണക്കിൽ ആൾ പാവമാണ്. കാരണം അവളെ വെളുപ്പിച്ചിട്ട് ഈ പറഞ്ഞ കണക്ക് എനിക്ക് ഒന്നും നേടാനില്ല. എനിക്കറിയാവുന്ന സ്വഭാവം രേണുവിൻ്റെ എന്താണ് അതിനെ പറയുന്നു, അത്രയാണ്. ഞാൻ വന്ന രേണുവിൻ്റെ ഫ്രണ്ട്സാണ്. വന്നപ്പോൾ എന്നെ കണ്ട് അവർ സത്യം അവർക്ക് ഭയങ്കര സന്തോഷം. നീ വണ്ടിക്കാണോ വന്ന? വണ്ടി പുറത്തല്ലേ വർക്ക് ചെയ്യുന്നത്, അകത്താണോ വർക്ക് ചെയ്യുന്നത്? പിന്നെ ഇവിടെ ഈ വണ്ടിക്കകത്താണോ നീ വന്നത്? നീയാണ് ഡ്രൈവ് ചെയ്തത്? ഇവരെല്ലാം ബാക്കിലല്ലായിരുന്ന? എന്താ പേര്? അങ്ങനെ ഒരു 4-4:30 ആയപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചിറങ്ങി. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് രേണുസുധിയായിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത്, പിന്നെ രേണുവിൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു, ആതിര. അവളും ആയിട്ട് ഫോട്ടോ എടുത്ത് ഞങ്ങൾ ചെറിയൊരു റീൽസ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ലൈവ് പോയി. ലൈവ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിലും ലൈവ് പോയി, ഫേസ്ബുക്കിൽ ലൈവ് പോയി. കുറച്ച് ഒരു അരമണിക്കൂർ വെച്ച് രണ്ടിലും കൂടി ലൈവ് പോയി. കാരണം രേണുവിന് വൈകുന്നേരത്ത് പോകേണ്ടിയുണ്ടായിരുന്നു. നമുക്ക് ഒരു പ്രൊമോഷൻ്റെ ഒരു വീഡിയോ ചെയ്യേണ്ടിയിട്ടുള്ളതുകൊണ്ട് രേണുവിന് പോകണമായിരുന്നു. മാത്രമല്ല നമുക്കും ഇങ്ങ് കൊല്ലം വരണ്ടേ. അപ്പോൾ ഒരു 4-4:15 ആയപ്പോഴത്തേക്ക് നമ്മൾ റിട്ടേൺ ഇറങ്ങി. അപ്പോൾ ഒരുപാട് നന്ദി, ഒരുപാട് താങ്ക്സ്. കാരണം ലൈവിൽ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഒരുപാട് ഫ്രണ്ട്സ് വന്ന് നമ്മളുടെ നേരിട്ട് കണ്ട് സംസാരിച്ച്, അതിൽ എനിക്ക് എപ്പോഴും എല്ലാവരോടും എനിക്ക് ഭയങ്കര സ്നേഹവും താങ്ക്സും ഉണ്ട് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സഹകരണവും സ്നേഹവും എന്നും എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു വെരി മച്ച്.